400 ഇവിടുന്ന് എടുത്തു ഈ സൈഡിൽ ഒക്ട എടുത്തില്ല ഈ ഇങ്ങനെയുള്ള വ്യൂ കിട്ടും കുറച്ച് ഹൈറ്റിൽ നിന്ന് ഈ ഭാഗത്തേക്ക്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാദർ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചത്. അപ്പോൾ വളരെ ചെറിയ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ തന്നെ വിദ്യാഭ്യാസം നിർത്തി പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഫീൽഡിൽ ഇറങ്ങേണ്ടി വന്നു. ഒരു 5 ഫീറ്റ് വന്നോട്ടെ ഹൈറ്റ്. അപ്പോൾ അന്ന് ഫാദർ കോൺട്രാക്ടർ ആയതുകൊണ്ട് ആ തൊഴിൽ പിന്തുടരാൻ വേണ്ടി വെൽഡിങ്, ടർണിങ്, ഫാബ്രിക്കേഷൻ ഇങ്ങനെ ഏകദേശം ഒരു 10ഓളം തൊഴിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് ഇപ്പുറത്ത് മാറ്റി. അപ്പോൾ അന്നത്തെ കുറേ പ്രാരാബ്ദങ്ങളൊക്കെ ഓവർകം ചെയ്ത് ഒരു ക്യാമറ വാങ്ങാൻ പണം ആയപ്പോഴാണ് നമ്മൾ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുന്നതും ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നതും. കുറച്ച് വിടർത്തി പിന്നെ അവിടുന്ന് ഒരു 6 മാസത്തോളം നമ്മൾ പിന്നെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഓരോ ബാലൻസ് വരുന്ന ഫിലിമൊക്കെ ഇടയ്ക്ക് എടുത്ത് പഠിച്ച് അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് കടക്കുന്നത്. ഇന്നൊരു ഫ്രെയിം എടുത്ത് എൻ്റെ പപ്പ കാണിച്ചുണ്ട് കുറച്ചും കൂടി ലൈറ്റ് താഴ്ത്തിട്ട് അന്നൊക്കെ ക്ലിക്ക് കണ്ടില്ലേ ലൈറ്റ് കണ്ടില്ലേ. ഇത് അക്കിയ കോമാച്ചി. എൻ്റെ 3ാമത്തെ മകളാണ്. ഫോട്ടോഗ്രാഫി ഭയങ്കര ഇൻട്രസ്റ്റാണ്. നന്നായി ഫ്രെയിം ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. നമ്മൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണോ? ആരാ പഠിപ്പിച്ചെന്ന്? എൻ്റെ പപ്പയാണ് എനിക്ക് പഠിപ്പിച്ചത്. കാക്ക, പൂച്ച, ഈ വീടിൻ്റെ ചുറ്റുള്ള എല്ലാ മൃഗങ്ങളും ആളെ ക്യാമറയിലായിട്ടുണ്ട്. ഇപ്പം അപ്പം പുതിയ ക്യാമറ ഒക്കെ വാങ്ങിക്കൊടുക്കും അല്ലേ? പക്ഷെ എന്തോ ഉള്ളിൽ നമുക്ക് ന്യൂസ് ഫോട്ടോഗ്രാഫി ആയിരുന്നു നമ്മളെ ഉള്ളിൽ നിറഞ്ഞു നിന്നൊരു സാധനം. അപ്പോൾ നാട്ടിലെ ചെറിയ പല പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുകയും അതിലെ ചിത്രങ്ങളെടുത്ത് പത്രങ്ങൾക്ക് കൊടുക്കുകയും അങ്ങനെ തുടർച്ചയായിട്ട് പല പത്രങ്ങളും ഫോട്ടോഗ്രാഫേഴ്സിനെ ഈ ഫറോക്ക് മേഖലയിലേക്ക് അയക്കാതെയായി. എല്ലാം അത് അജീബ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അവർ വരുന്നതിന് മുന്നേ ഞാൻ എടുത്ത് കഴിഞ്ഞിരിക്കും. അതാ സത്യം. മാധ്യമം ദിനപത്രം ഫോട്ടോഗ്രാഫറായിട്ട് ക്ഷണിച്ചതും അങ്ങനെ അവിടെ 2002 മുതൽ 2008 വരെ മാധ്യമത്തിൽ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ടാണെങ്കിലും ഒരുപാട് വലിയ ഇവൻറ്റ്സ്, അതായത് നമ്മൾ നാട്ടിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന മുത്തങ്ങ സംഭവം, മാറാട്, പിന്നെ അതുപോലെ അതോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, കടലുണ്ടി ദുരന്തം, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾക്ക് നമ്മൾ എത്തിപ്പെടാൻ കഴിയും. അതിൽ ഉള്ള ചിത്രങ്ങൾ മാക്സിമം കവർ ചെയ്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന എന്ത് സംഭവങ്ങളുടെയും ഏറ്റവും മർമ്മപ്രധാന സ്ഥലത്തായിരിക്കും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടാവുക. പ്രത്യേകിച്ച് പ്രസ് ഫോട്ടോഗ്രാഫർ ആ അനുഭവം ശരിക്കും അയാൾ അനുഭവിച്ചതാണ് അയാൾ ചിത്രമാക്കുന്നത്. ചെറുപ്പം തൊട്ടേ വീട്ടിൽ ഫാദർ ഫോട്ടോഗ്രാഫറാണ്, അങ്കിൾ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ബിൽഡപ്പ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി കൂടെ വളരുന്നതിനനുസരിച്ച് ഫോട്ടോഗ്രാഫിയോടുള്ള കമ്പം കൂടി വന്നു. പിന്നെ ഫ്രീ ഉണ്ടാകുമ്പോൾ പപ്പൻ്റെ കൂടി അങ്കിളിൻ്റെ കൂടിയൊക്കെ വർക്കിന് പോവും. ഫോട്ടോഗ്രാഫിനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് കൂടുതൽ താല്പര്യം. ജേർണലിസം താല്പര്യമുണ്ട്, ട്രാവലിംഗ് താല്പര്യമുണ്ട്. നമ്മൾ ഫോട്ടോസിലൂടെ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് ആസാം കലാപം നടന്ന ടൈമിൽ അവിടെ പോയി സന്ദർശിച്ചു. അതിനെ പറ്റി എക്സിബിഷൻ നടത്തിയിരുന്നു.
അതേപോലെയുള്ള ഒരു മെസ്സേജ് പാസിംഗ് ആയിട്ടുള്ള സംഭവം എടുക്കാനാണ് കൂടുതൽ താല്പര്യം. റിപ്പോർട്ടർക്ക് ഒരു പക്ഷേ പിന്നീടും ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കാൻ കഴിഞ്ഞെന്ന് വരും. ഒരു ഫോട്ടോഗ്രാഫർ അത് ഫോട്ടോ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പല ഇത്തരം കുറേ സംഭവങ്ങളിൽ നമ്മളത് അനുഭവിക്കുകയും അത് നമ്മൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചിത്രങ്ങളാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു സംഭവത്തിൻ്റെ വ്യത്യസ്ത ആംഗിളുകൾ അവിടുന്ന് ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ചു പോകണം. ഈ സംഭവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയും വേണം. അതുപോലെ തന്നെ ഇത് അടുത്ത നാളെ ഒരു പത്രത്തിൽ വരുമ്പം എത്ര ആളുകളിൽ എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളതും ഈ ഫോട്ടോഗ്രാഫറാണ് നിശ്ചയിക്കുന്നത്. ഒരു എഡിറ്ററെ ഇടപാടില്ലാത്ത ഒരൊറ്റ സംഭവം മാത്രമേ പത്രത്തിൽ നടക്കുന്നതുള്ളൂ, അത് ഫോട്ടോഗ്രാഫി. വിചാരിച്ച എല്ലാ ചിത്രങ്ങളും നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ എന്തായാലും നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ ആ സംഭവത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാന സംഭവങ്ങളായിരിക്കും എന്നുള്ളത് 100% ഇതാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ലാത്തി ചാർജ് പോലും അതിൻ്റെ ഒരു നല്ല ചിത്രം കിട്ടണമെങ്കിൽ അടിക്കുന്നതിൻ്റെയും അടി കൊള്ളുന്നതിൻ്റെ ഇടയിൽ ക്യാമറ വരണം. അതേസമയം ഏറുന്നും പോലീസിൻ്റെ അടിയിൽ നിന്നും എല്ലാത്തുനിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഒരു ചിത്രം എടുത്തിട്ട് ഇയാൾ പോരണം. പലപ്പോഴും നമ്മൾ ഈ ജോലിയിൽ വേറെ രസം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുകയില്ല, നമ്മളെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല. ഏറ്റവും നല്ല ചിത്രം നന്നായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണമെന്ന് മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ. ബോംബ് ഭീഷണി എന്നൊക്കെ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ സ്ക്വാഡിൻ്റെ കൂടെ നമ്മളും കയറി ഇറങ്ങുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി ബോംബില്ല എന്ന് അവസാനം വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഈ ട്രെയിൻ യാത്ര ആക്കിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇതൊന്നും വ്യാജമാവണമെന്നില്ലല്ലോ. പക്ഷെ നമ്മളത് പൊട്ടുമെന്നുള്ള പേടി ആ സമയത്ത് നമുക്കുണ്ടാവില്ല. ഏതൊരു സംഭവമായാലും ഇപ്പം ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിലും ഒക്കെ ഫോട്ടോഗ്രാഫർ എപ്പോഴും അങ്ങോട്ട് ഓടുന്ന ആളായിരിക്കും. മറ്റുള്ളവർ ജീവനും കൊണ്ട് ബാക്കോട്ട് ഓടുമ്പോൾ ഫോട്ടോഗ്രാഫർ തിരിച്ച് ഓടുന്ന ഒഴുക്കിനെതിരെ നീന്തണ ഒരു ഇത് ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകിച്ചുണ്ട്. ഒരു സാരി മാത്രമേ ഒരു വൃദ്ധയ്ക്കുള്ളൂ. തളി കുളത്തുനിന്ന് ഈ സ്ത്രീ കുളിച്ച് ഒരറ്റം വേലിയിൽ കെട്ടിയിട്ട് ഈ സ്ത്രീയുടെ നഗ്നത കാണാത്ത വിധം ഇത് വലിച്ചു പിടിച്ചിട്ട് നിന്നിട്ട് തന്നെ വെയിലത്ത് ഉണക്കിയിട്ട് ആ സ്ത്രീ സാരി ഉടുത്ത് പോകുന്നത് ഞാൻ ഒരിക്കലും ചിത്രം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് 18ാമത്തെ 20ാമത്തെ ഡ്രസ്സിന് വീട്ടിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? നമ്മൾ ഇത് കണ്ടിട്ടാണ് വരുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ടേ ക്യാമറ കൊണ്ടാവാം നമുക്ക് ഫോട്ടോഗ്രാഫിയോട് ഇത്ര താല്പര്യം തോന്നാൻ കാരണം. പിന്നെ സ്വാഭാവികമായിട്ടും ക്യാമറ കയ്യിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും നമുക്ക് അതിൽ നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ടൈം എത്തിയപ്പം തോന്നി ഫോട്ടോഗ്രാഫി തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് ഒരു ഡിസിഷനിലെത്തി. എന്നെ തുടർന്ന് പപ്പനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ക്യാമറ വേണം 10th കഴിഞ്ഞ ടൈമിൽ. അങ്ങനെ ഓക്കെ, പപ്പ എതിരൊന്നും പറഞ്ഞില്ല. ഓക്കെ, പപ്പക്ക് അറിയാം, കാരണം ഒരു ഫോട്ടോ ജേർണലിസ്റ്റാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക ഫോട്ടോഗ്രാഫിയിൽ പല കാരണങ്ങൾ കാരണം. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടും പപ്പ ഓക്കെ പോയിക്കോ, സ്വന്തം മകന് പോയിക്കോട്ടെ എന്നുള്ളൊരു ഡിസിഷനായിരുന്നു പപ്പൻ്റെത്. സാധാരണ ഞാൻ സ്റ്റിൽ എടുക്കുമ്പോൾ അതിൻ്റെ കമ്പോസിഷൻ പിന്നെ എക്സ്പോഷർ അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കാറ്. പക്ഷേ ഇപ്പം എല്ലാവർക്കും ക്യാമറ ഈസിയാണ്, ഫുൾ ഓട്ടോയിലിട്ട് അങ്ങനെയൊക്കെ സുഖമാണ്. പക്ഷേ നമ്മളെ ക്രിയേറ്റിവിറ്റി മാനുവൽ മോഡിലാണുള്ളത്. ഫോട്ടോഗ്രാഫിയിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ രക്തത്തിലുള്ള മാതിരിയാണ് ഫോട്ടോഗ്രാഫി. പിന്നെ ഇപ്പം ഫോട്ടോഗ്രാഫറാണ്, ഇക്കാക്ക ഫോട്ടോഗ്രാഫറാണ്, അങ്കിൾ ഫോട്ടോഗ്രാഫറാണ്, രണ്ടാമത്തെ അങ്കിളും ഫോട്ടോഗ്രാഫറാണ്. ഇവരൊക്കെ കണ്ടു വലുതാകുമ്പോൾ ആ ഒരു
ഫീലിംഗ് ഉണ്ടാവും. പിന്നെ അതിൽ ഇൻട്രസ്റ്റ് അങ്ങനെ. ഇതാണ് ഈ ഫോട്ടോഗ്രാഫി ലൈഫ് ആരംഭിച്ച ഒരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ ആവുന്നതിൻ്റെ മുന്നേ സ്റ്റുഡിയോ തുടങ്ങി. ആ സ്റ്റുഡിയോ എന്നാണ് നമ്മൾ ബാലൻസ് വരുന്ന ഫിലിമുകളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരുന്നത്. ഇവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞ് ന്യൂസ് ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ മാറിയത്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ സ്റ്റുഡിയോ നടത്തുന്നത് അനിയനാണ് നടത്തുന്നത്, അസീം കോമാച്ചി എന്ന് പറയും. പിന്നെ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം അനിയൻ വന്നു ആദ്യമായിട്ട്. പിന്നെ അതിൻ്റെ ചെറിയ അനിയുണ്ട്, അനിയമും ഏകദേശം ഇതേ ഫീൽഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മക്കളൊക്കെ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പം മൂത്ത ആളാണ് അഖിൽ കോമാച്ചി എന്നുള്ള പേരിൽ ഒരു 10ഓളം മാഗസിന് ചെയ്യുന്നുണ്ട്. അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഫറൂഖ് കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്രീലാൻസായിട്ട് ഫോട്ടോഗ്രാഫിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ മകനാണ് അഖിനും ഇപ്പോൾ ഇതേ ഫീൽഡിലാണ്. നമ്മൾ പിന്നെ ചെറിയ മകൾ നേരത്തെ പറഞ്ഞു, അക്കിയ താനിഷ, അവളും ഇതേ ഫീൽഡിലേക്ക് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് പടം എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിവരൊന്നും നിർബന്ധിച്ചിട്ടല്ല ഈ ഫീൽഡിലേക്ക് വന്നത്. അവർ ചെറുപ്പത്തിലേ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ +2 ആയപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, ക്യാമറ ഇല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് പോവില്ല, കാരണം ഒരു ഫോട്ടോഗ്രാഫറെ മകനായിട്ട് ഒരു ക്യാമറ പോലും ഇല്ലാതെയാണ് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ക്യാമറ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മാത്രമാണ് ഞാനൊരു ക്യാമറ അവന് വാങ്ങിക്കൊടുത്തത്. കാരണം ഇത് ഫോട്ടോഗ്രാഫി എന്നുള്ള ഫീൽഡ് നമ്മൾ ഒരിക്കലും ഒരാളെ കമ്പൽ ചെയ്തിട്ട് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സ്വന്തമായിട്ട് ഉള്ളിൽ നിന്നുള്ള ഒരു ഉണർവ് മാത്രമേ ഫോട്ടോഗ്രാഫറെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ വരുമായിരിക്കും, കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എക്യുപ്മെൻസും ഇതൊക്കെ സന്ദർഭമൊക്കെ ഒത്തു വരുമ്പോൾ കുറച്ചൊക്കെ ചിത്രങ്ങൾ കിട്ടും. പക്ഷേ ഒരു കണ്ടിന്യൂ ലൈഫിൽ നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ഫോട്ടോഗ്രാഫർ ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സബ്ജക്റ്റ് വൈസ് ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും ജെന്യുവനായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഇപ്പോൾ ഫറൂഖ് കോളേജിൽ സെക്കൻഡ് ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള എയിം എന്ന് പറയുമ്പോൾ PG ഫോട്ടോഗ്രാഫിയിൽ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യണമെന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതൊക്കെയാണ് ഇപ്പോൾ എയിം. പിന്നെ ഒരു ജേർണലിസ്റ്റായി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പപ്പ തന്നെയാണ് റോൾ മോഡൽ. പിന്നെ അതിന് പുറമെ രഘുറായി, സ്റ്റീവ് മെക്കറി, അതേപോലെയുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വർക്ക്സാണ് തീർച്ചയായിട്ടും ഇതിനൊക്കെ കാരണം. ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഈ ന്യൂസ് ഫോട്ടോഗ്രാഫിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ നമുക്കൊരു മെസ്സേജുള്ള സാധനം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഉള്ളിലൊരു ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ആ ഇടയ്ക്ക് നമ്മൾ ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മൾ ഏതായാലും ഒരു 2000ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് അവിടുന്ന് എടുത്ത ചിത്രങ്ങളും കൊണ്ട് ഇവിടെ എത്തി. അപ്പോൾ കുറേ മാഗസിനും പത്രങ്ങൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഒരുപാട് ചിത്രങ്ങൾ ബാക്കി. അപ്പോൾ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, കാരശ്ശേരി, ഇങ്ങനെയുള്ള സൗഹൃദ വലയത്തുള്ളവർ പറഞ്ഞു, അജീബ് ഇങ്ങനെ ഇത് മാഗസിനിലോ പത്രത്തിലോ വന്നാൽ പോരാ, ഇതൊരു എക്സിബിഷൻ രീതിയിൽ കുറച്ചും കൂടി ആളുകളിലേക്ക് റീച്ചായിരിക്കണം. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ ദുരന്ത ഭൂമിയിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ എക്സിബിഷൻ നടത്തുന്നത്. അതിനുശേഷം ആണ് നമ്മൾ പ്രത്യേകിച്ച് അവിടെ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ, അനാഥരായിട്ടുള്ള കുറേ കുട്ടികളെ കണ്ടു. ഒരു നല്ല നല്ല വീട്ടിലെ കുട്ടികൾ തന്നെ വളരെ വിഷമിക്കുന്നത് കണ്ടു. അതാണ് നമ്മളെ നഷ്ടബാല്യം എന്ന് പറഞ്ഞ അടുത്ത എക്സിബിഷനിലേക്ക് നമുക്ക് ഒരു പ്രചോദനമായത്. കേരളത്തിൽ നടക്കുന്ന പല രീതിയിലുള്ള അച്ഛനെ എയ്ഡ്സ് എന്നുള്ള നിലക്ക് കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി,
അല്ലെങ്കിൽ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന അസനേൻ്റെ നേരെ ബോംബിട്ടിട്ട് കാല് പോയി, ഇതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, വലിയ വലിയ ആളുകളായിട്ട് നമ്മൾ പറയുന്നത് കുട്ടിത്തത്തിൽ ഞാൻ അത് ചെയ്തു, ചെറുപ്പത്തിൽ അത് ചെയ്തു എന്നൊക്കെയുള്ള വലിയ നന്നാക്കി പറയും. അതേസമയം ഈ കുട്ടികളൊക്കെ നമ്മൾ ബാല്യം നഷ്ടപ്പെടുത്തുക ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ നഷ്ടബാല്യം എന്നുള്ള എക്സിബിഷൻ അതുപോലെ തന്നെ ഒരുപാട് കേന്ദ്രങ്ങളിൽ നടന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ പിന്നാലെ പോകുമ്പോൾ അമ്മമാരെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു പോകും. അങ്ങനെയാണ് പിന്നീട് പെൺനോവ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സിബിഷൻ. അതിൽ അമ്മമാരാണ്, കേരളത്തിലെ സ്ത്രീകൾ പല രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, രാത്രി പോയിട്ട് പകൽ പോലും ഇറങ്ങി നടക്കാൻ പേടിയാണ്. പണ്ട് കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും പുറത്തായിരുന്നു പേടി. ഇപ്പോൾ വീട്ടിൽ പോലും സുരക്ഷിതമല്ലാത്തൊരവസ്ഥ. അത് പെണ്ണോവ് എന്നുള്ള എക്സിബിഷനും ഇതുപോലെ തന്നെ ഒരുപാട് കേന്ദ്രങ്ങളിൽ നടക്കുകയും പിന്നീട് 1000-ഓളം പിന്നെ ഇവിടെ ചുറ്റുപാടുള്ള കോളേജുകളിലൊക്കെ നമ്മളിത് പ്രദർശിപ്പിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഫോട്ടോ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ആശയം നമ്മൾ രൂപീകരിച്ചു. എല്ലാ കോളേജിലും സ്കൂളുകളിലും ഒരു ഫോട്ടോ ക്ലബ്ബ്. അപ്പോൾ ഒരു 3 വർഷത്തെ ഡിഗ്രി കഴിയുമ്പോഴത്തേന് അവിടെ ഒരു 4-5 പേരെങ്കിലും ഫോട്ടോഗ്രാഫറായിട്ടാണ് പുറത്തിറങ്ങുക. അപ്പോൾ ഈ ചുറ്റുപാടുള്ള 10 പത്രങ്ങളിൽ വന്ന 10 രീതിയിലുള്ള ചിത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനും അതിൽ നിന്ന് സത്യം കണ്ടെത്താനും ഒക്കെ ഈ ഒരു ക്ലബ്ബ് വളരെ ഉപകാരപ്പെട്ടു. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും അവർ മറ്റുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എക്സിബിഷനും ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്തു. പിന്നീടാണ് നമ്മൾ അടുത്ത എക്സിബിഷൻ നടത്തിയത് കാക്ക 901 എന്ന പേരിട്ട്. കാക്ക 900 എന്ന് പറഞ്ഞാൽ തന്നെ എണ്ണ മറ്റേതെന്നാണ്. പിന്നീട് നമ്മൾ ഈ എക്സിബിഷൻ തന്നെ പേരിട്ട് കാക്ക 901. അത് നമ്മൾ ഈ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകളെ നമുക്കറിയാം. ടി വി തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പരസ്യമാണ്, കറുത്ത പെൺകുട്ടി വരുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ വെളുക്കാനുള്ള മരുന്നൊക്കെ തേച്ചിട്ട് ഈ കുട്ടി വെളുത്ത് വരുമ്പോൾ എല്ലാറ്റിലും ജയിക്കണമെന്നല്ല. അപ്പോൾ എല്ലാത്തിലും ജയിക്കാൻ നിറമില്ലല്ലോ. നമുക്കറിയാം, ശരിക്കും ജനറ്റിക് ഇത് പഠിച്ച ആളുകൾക്കറിയാം ഈ നിറത്തിലോ ഇതിലോ ഒന്നും കാര്യമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ പല രീതിയിലുള്ള മാർജിനലൈസേഷനെതിരെ നമ്മൾ കാക്കയെ സിംബോളിക്കായിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നാണ് നമ്മൾ ചെറുപ്പത്തിലെ അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കാക്ക തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, 3 നേരം കുളിക്കുന്ന മലയാളി എന്തെങ്കിലും വെള്ളക്കാരനായണോ? അതില്ലാത്ത മലയാളിക്ക് ഇതിനെന്താ അർഹത? അപ്പോൾ നമ്മൾ കളിയാക്കപ്പെടുമ്പോഴും അയാൾക്കുള്ള വിഷമവും ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ എക്സിബിഷൻ. അതും ഇതുപോലെ പുസ്തകമൊക്കെ ആവാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എക്സിബിഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 5 തീമിലുള്ള എക്സിബിഷൻസ് 4500 എബവ്, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എക്സിബിഷൻസ് നടത്തിയ ഒരു ഫോട്ടോഗ്രാഫറാണ് പപ്പ. അപ്പം പപ്പൻ്റെ ഒക്കെ ഫോട്ടോസിൽ എന്താണെന്ന് വെച്ചാൽ ഈ 5 തീമിലും മെസ്സേജ് പാസിംഗ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നീടാണ് നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന മലയാളികൾ ചെയ്ത് കൂട്ടുന്ന ഒരുപാട് മോശത്തരങ്ങൾ ഒരു എക്സിബിഷൻ ആക്കിയിട്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരുക്കത്തിലാണ്. അതിൽ നമ്മൾ 500-600-ഓളം